നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ എന്തെങ്കിലും പറയുമ്പോ ഇപ്പോഴത്തെ നിൽക്കുന്ന ആൾക്കും ഒരു മനസ്സുണ്ടെന്ന് മറന്നു പോവരുത്. വിശ്വാസത്തെപ്പറ്റി വലിയ കഥയൊക്കെ പറയുന്ന ആളല്ലേ ആ കൊമ്പുള്ള മാനെ. അങ്ങനെ അനക്കില്ലെന്നുള്ള വിശ്വാസം പെണ്ണിനുള്ളതുപോലെ തന്റെ പ്രിയപ്പെട്ടവളുടെ സുന്ദരമായ കണ്ണ് പൊട്ടിപ്പോവരുതെന്നുള്ള കരുതല് കൊമ്പുള്ള മാനുണ്ട്. അതൊരു വിശ്വാസ. ഡോക്ടർ ജെസ്സി, നാളെ കഴിഞ്ഞ എന്റെയും വീണയുടെയും ഹൽദിയാണ്. നീയാണ് എന്നോട് തൽക്കാലം ഹൽദിക്ക് സമ്മതിക്കാനായിട്ട് പറഞ്ഞത്. അതിനിടയ്ക്ക് നമുക്ക് ഒളിച്ചോടാന്ന്. വീണയുമായിട്ടുള്ള ഈ കല്യാണത്തിന് എന്നെ കുരുക്കിയത് നീയാണ്. താലി കെട്ടുന്ന നിമിഷം വരെ ഞാൻ നിന്നെ കാത്തിരിക്കും. ഇല്ലെങ്കിൽ നീ മരിച്ചെന്ന് കരുതി ഞാൻ വീണയുടെ കഴുത്തിൽ താലി കെട്ടും. ഒരിക്കൽ പോലും ഞാൻ വീണയോട് എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞിട്ടില്ല. അവളാണെങ്കിൽ എന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ പിന്നാലെ നടന്ന് സ്നേഹിച്ചിട്ടും എനിക്ക് നീ ഒരു പട്ടിയുടെ വില പോലും തന്നിട്ടില്ല. അന്ന് രാത്രിയില് നിനക്ക് പകരം ആ വീണ എങ്ങനെ എൻ്റെ മുറിയിലെത്തിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. നീ വീണയുമായിട്ടുള്ള എൻ്റെ കല്യാണം മുടക്കിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ശ്രേയ ഉണ്ടാവില്ല. പിന്നെ നീ കാണുന്നത് പഴയ നിഖിലിനെയായിരിക്കും. നീ കാരണം നല്ലവനായി മാറിയ നിഖില് പിന്നെ ഉണ്ടാവില്ല. നിന്റെ അച്ഛനെ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിനി മേലും കീഴും ഒന്നും നോക്കാനില്ല. ഇപ്പൊ തീരുമാനിക്കണം, നിനക്കെന്നെ വേണോ വേണ്ടയോ എന്ന്. യെസ് ഓർ നോ? എന്താണ് നീ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ത് വന്നാലും ഞാൻ ശ്രേയ മാത്രമേ വിവാഹം കഴിക്കൂന്ന്. അപ്പൊ ഞാൻ സംശയിച്ചത് ശരിയാ. ഞാൻ അന്ന് ശ്രേയയുടെ മുറിയിൽ കിടന്നില്ലായിരുന്നെങ്കിൽ ശ്രേയ ഇറങ്ങിപ്പോയേനെ. നിങ്ങളെ അവിടെ വെച്ച് പിടിക്കുകയും ചെയ്തേനെ.
വീണയ്ക്ക് പകരം കുടുംബത്തിന് മുന്നിൽ പ്രതിസ്ഥാനത്ത് നീ ആകുമായിരുന്നു അല്ലേ? അമ്മേ പ്ലീസ് പ്ലീസ്. അമ്മ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ ഇവനെ സ്നേഹിച്ചിരുന്നു. അന്ന് മുറി ചെല്ലാന്നും വാക്കു കൊടുത്തതാ. അത് അന്ന് വീണയോടൊപ്പം പിടിക്കപ്പെട്ടതുകൊണ്ടല്ല, എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയതുകൊണ്ടാ ഞാൻ ഒഴിഞ്ഞു മാറിയത്. ഇനി ഒരിക്കലും ഇവനെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ എനിക്ക് കഴിയില്ല. അവസാന നിമിഷം നീ ഇവനോടൊപ്പം ഇറങ്ങിയെങ്ങാനും പോയാ നിന്റെ അച്ഛനും ഞാനും പിന്നെ ജീവനോടുണ്ടാവില്ല. താലി കെട്ടുന്ന മുഹൂർത്തത്തിന് മുമ്പേ ഇവളിറങ്ങി വന്ന ഈ ലോകം മുഴുവൻ എതിർത്താലും ഞാൻ ഇവളെ കൊണ്ടുപോയിരിക്കും. ഞാനിപ്പോൾ തന്നെ എല്ലാവരും വിളിച്ചുകൂടി പറയട്ടെ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. നിന്റെ ബുദ്ധി കൊള്ളാം. ചേച്ചി അറിഞ്ഞ വീണയുമായുള്ള വിവാഹം നടക്കില്ല എന്നല്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീയും ശ്രേയയും ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല. ഇനി നീ ചേച്ചിയോട് നേരിട്ട് പോയി പറഞ്ഞാലും അത് വീണയുമായിട്ടുള്ള കല്യാണം മുടക്കാനുള്ള നിന്റെ അടവായിട്ടേ ചേച്ചി കാണും. ഒരു പെണ്ണിനെ ചതിച്ചിട്ട് ഒരു രാത്രി അവളോടൊപ്പം കഴിഞ്ഞിട്ട് അടുത്ത പെണ്ണിനെ കൂടി നീ ചതിക്കുകയാണെന്ന് ഇവള് പറയും. ഞാൻ പറഞ്ഞ തത്ത പറയുന്ന പോലെ ഇവള് വിളിച്ചു പറയും. ഇവള് പറയില്ല. കാരണം ശ്രേയയ്ക്കറിയാം അവളെ സ്നേഹിച്ചതും ഒപ്പം കഴിഞ്ഞതും ഞാനാണെന്ന്. ശ്രേയയെ സ്നേഹിച്ചിട്ട് വീണയെ കല്യാണം കഴിച്ചാലും നിങ്ങളുടെ മോളാണ് തെറ്റുകാരിയെന്ന് പറയിപ്പിക്കാൻ എനിക്ക് കഴിയും. എൻ്റെ കൈവശം അതിനുള്ള തെളിവുണ്ട്. ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ്. ഇല്ലമ്മേ, അമ്മ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഞാൻ ഇവനോടൊപ്പം എങ്ങും പോയിട്ടില്ല. ഇവന്റെ കയ്യിൽ ഒരു തെളിവുമില്ല. ഉണ്ടെങ്കിൽ ഇവൻ കാണിക്കട്ടെ.